ഡിയർ ഫ്രണ്ട്സ്, ജപ്പാൻ ടൂർ വളരെ എക്കണോമിക്കായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതായത് സ്വന്തമായിട്ട് നമ്മൾ ജപ്പാൻ എങ്ങനെ വിസിറ്റ് ചെയ്ത് വരാൻ പറ്റും എന്നുള്ളത് ചാറ്റ് ജിപിടിയും ഗൂഗിളും ഒന്നും തരാത്ത ചില ടിപ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ജപ്പാനിലെ ടൂർ എന്ന് പറയുമ്പോൾ സാധാരണ മറ്റു പാക്കേജ് നടത്തുന്ന ടീംസ് ഒരു ആഴ്ചയിൽ പാക്കേജിന് 2.25 ലക്ഷം രൂപയുടെ മുകളിലേക്കാണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത്, അവർ ചാർജ് ചെയ്യുന്നത്. എന്നാൽ 11 ദിവസവും 12 രാത്രിയും ജപ്പാനിൽ പോയിട്ട് എല്ലാ മാസവും തിരിച്ചു വരാൻ വെറും 1,20,000 രൂപ ഒരാൾക്ക് ചിലവാവുകയുള്ളൂ എന്നുള്ള ഒരു സത്യം നിങ്ങൾ അറിയിക്കുക. ഇത് പറയാൻ കാരണം, ഞാൻ ജപ്പാനിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തും വഴിയിൽ നിന്ന്, അതായത് നാട്ടിലെത്തിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടും എയർപോർട്ടിൽ മലയാളീസിനെ കണ്ടുമുട്ടിയപ്പോൾ ജപ്പാനിൽ എങ്ങനെ ഒറ്റയ്ക്ക് പോയി തിരിച്ചിടാൻ പറ്റുമെന്നുള്ളൊരു ഒരു അത്ഭുതത്തോടു കൂടി, ഒരു ആകാംക്ഷയോടു കൂടി എന്നെ ഇവിടെ ചോദിച്ച കുറേ ആളുകളുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ ഈ കൂടുതലത് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാൻ നടന്നിട്ടുണ്ടായി. അപ്പം എങ്ങനെ നമ്മൾ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് ജപ്പാനിൽ പോയിട്ടാണല്ലോ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. VFS ചെന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ ലഭിക്കും. വിസിറ്റേഴ്സിന് മിനിമം 15 ദിവസത്തെ വിസയാണ് കൊടുക്കുന്നത്. വിസ പീരീഡ് 15 ദിവസമായിരിക്കും. അത് 3 വർഷം വരെ കൊടുത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം VFSൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ വിസ കൊടുത്ത് വിസ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യം ആലോചിക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ എപ്പോഴും ചീപ്പായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗൂഗിളിൽ ഫ്ലൈറ്റിൻ്റെ സൈറ്റിൽ ചെന്നു അവിടുന്ന് നമ്മൾ പോകുന്ന ഏകദേശം ജപ്പാനിൽ ഈ സീസൺ അനുസരിച്ചിട്ട് എല്ലാം എക്സ്പെൻസുകൾ കൂടുന്ന ഒരു, എല്ലാ മറ്റു കൺട്രീസ് പോലെ തന്നെയാണ് സീസൺ അനുസരിച്ച് എക്സ്പെൻസ് കൂടുന്ന സമയമുണ്ട്. ഇപ്പോൾ ഈ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിൽ താരതമ്യേന എക്സ്പെൻസ് കുറഞ്ഞ, റൂംസിനൊക്കെ റെൻറ്റിന് കുറഞ്ഞ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ വിസ ലഭിച്ചതിന് ശേഷം ഗൂഗിളിൽ ഈ ഫ്ലൈറ്റിന് സൈറ്റിൽ ചെല്ലുക. അത് നമ്മൾ എറണാകുളം ടു ജപ്പാൻ ഫ്ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം 1 വേ അടിക്കുക. അതിനകത്ത് റേറ്റുകൾ കാണിക്കും. അതിൽ പല ഡേറ്റുകളുള്ള റേറ്റുകൾ കാണിക്കും. അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കാണിക്കുന്ന ഡേറ്റ് ഏതാണോ എന്ന് ചോദിച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട്, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 10 12 ദിവസമാണെങ്കിൽ 12 ദിവസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ടിക്കറ്റിൻ്റെ ജപ്പാനിൽ നിന്നുള്ള തിരികെയുള്ള ജപ്പാൻ ടു കൊച്ചിൻ ടിക്കറ്റ് ചെക്ക് ചെയ്യുക. അപ്പം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകൾ വെവ്വേറെ റേറ്റിൽ പ്രത്യേകിച്ച് വെവ്വേറെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് അപ്പ് ആൻഡ് ഡൗൺ ഈ ഡേറ്റുകളിലുള്ള ഒരുമിച്ച് വരുന്ന ഫെയർ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് പൈസ കുറഞ്ഞിട്ട് കിട്ടും. ഇനി അല്ലെങ്കിൽ കുറഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ 1 വേ എറണാകുളം ടു ജപ്പാനിൽ ടു റിട്ടേൺ സെപ്പറേറ്റ് ഡേറ്റിൽ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുക. അതിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ജപ്പാനിൽ നമ്മൾ ടോക്കിയോ, ക്യോട്ടോ, ഒസാക്ക അങ്ങനെ 3 മെയിൻ സിറ്റീസാണുള്ളത്. അപ്പോൾ നമ്മൾ ടോക്കിയോയിലേക്ക് അങ്ങോട്ടുള്ള 1 വേ ടിക്കറ്റ് എറണാകുളം ടു ടോക്കിയോ എടുക്കുക. റിട്ടേൺ നമ്മൾ ഒസാക്ക ചെന്നിട്ട് അവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് ഒസാക്ക ടു എറണാകുളം എടുത്താൽ മതി. ഈ ബഡ്ജറ്റ് എയർലൈൻസ് എല്ലാം തന്നെ ഒന്നുകിൽ ഹോച്ചിമിൻ സിറ്റി അല്ലെങ്കിൽ ബാങ്കോക്ക് അവിടെ ലേ ഓവർ ഇട്ടിട്ടാണ് പോകുന്നത്. കറൻസി 10 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ yen 16 yen ഉണ്ടാകും. ഇവിടുന്ന് നമ്മൾ പോകുന്ന സമയത്ത് തോമസ് കുക്കിൻ്റെ കാർഡ്, അതിൽ നമ്മൾ അവിടെ ചിലവാക്കാനുള്ള പൈസ എല്ലാം തോമസ് കുക്കിൽ കാർഡായിട്ട്
കൊണ്ടുപോകുന്നതിനകത്ത് അവിടെ ചില സ്ഥലങ്ങളിൽ ക്യാഷ് മാത്രം ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ട് ജപ്പാനിൽ. മെജോറിറ്റി സ്ഥലങ്ങളിലും ഈ കാർഡ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഈ തോമസ് കുക്കിൻ്റെ കാർഡിൽ യെൻ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ തോമസ് കുക്കിൻ്റെ ഭാഗത്ത് നിന്നും കുറേ ഓഫറുകളുണ്ട്. ഈ കാർഡ് മുഖാന്തരം പേയ്മെൻറ്റിനകത്തുള്ള ഓഫറുകൾ. അവിടെ അക്കോമഡേഷൻ, അവിടെ താമസിക്കാനുള്ള റൂമുകൾ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ ഒരു 12 ദിവസമാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ 5 ദിവസം ടോക്കിയോ, 2 ദിവസം ക്യോട്ടോ, 5 ദിവസം ഒസാക്ക, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജപ്പാനിൽ നിങ്ങൾ അക്കോമഡേഷൻ ചെയ്യുന്നത് എപ്പോഴും ത്രൂ അഗോഡയാണ് മാക്സിമം റേറ്റ് കുറച്ച് തരുന്ന സൈറ്റുകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് ജപ്പാനിൽ സബ്വേ ട്രെയിനിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു 100 മീറ്റർ നീളത്തിലുള്ള അകലത്തിലുള്ള അക്കോമഡേഷൻസ് ഇഷ്ടംപോലെ നേരത്തെ അത് നോക്കിയിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ സ്ഥലങ്ങളും കറങ്ങാനും പെട്ടെന്ന് തന്നെ റൂമിൽ തിരിച്ചെത്താനുള്ള ഒരു സുഖം കിട്ടുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നിങ്ങൾ ടോക്കിയോ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ടോക്കിയോ സബ്വേയുടെ 24 അവർ പാസ് എടുക്കാം. അവിടെ അത് നിങ്ങൾ എപ്പോഴാണോ സബ്വേ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത് അത് ആ ടൈമിൽ 24 അവേഴ്സ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പാസ്വേഡ് കൂടിയിട്ട് ചെയ്യുന്നത് ഏറ്റവും ലാഭകരമായിരിക്കും. പിന്നെ അവിടെ സിറ്റി ടൂറിന് വേണ്ടിയിട്ടുള്ള വേറെ സ്പെഷ്യലായിട്ടുള്ള പലതുണ്ട്. അത് നിങ്ങൾക്കെല്ലാം ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും, ഇങ്ങനെ സിറ്റി ടൂറിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അവിടെ ജപ്പാനിൽ ടോക്കിയോ തന്നെ നമുക്കൊരു 1 ഡേ ട്രിപ്പ് പോയി വരാവുന്ന ഒരു സ്ഥലം ഈ നിക്കോ ഒരു ഹെറിറ്റേജ് യുനെസ്കോ ഹെറിറ്റേജ് സെൻ്ററാണത്. അത് അവിടത്തേക്ക് നിക്കോ പാസ് വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടുന്ന് ലോക്കലി വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇവിടെ കിട്ടുന്ന സ്ഥലം കാണിക്കും. അവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നിക്കോയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രിപ്പ് ടോക്കിയോന്ന് ചെയ്തിട്ട് പോരാം. ടോക്കിയോയിൽ നമുക്ക് 2 ഡേയ്സ് പാസ് ഉണ്ട്. അത് നമുക്ക് സെയിം പാസ് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിനിലും സൈറ്റ് സീയിങ് സ്ഥലങ്ങളിലെ എൻട്രി ഫീയും എല്ലാം കൂടെ കിട്ടുന്ന പാസ്സുണ്ട്. അത് നമുക്ക് ക്ലൂഗിലൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ വില കുറച്ചുകൊണ്ട് ലഭിക്കുന്നതായിരിക്കും. ടോക്കിയോയിൽ നിന്ന് ഒരു ദിവസത്തെ ടൂറിൽ പോയി കാണാവുന്ന മറ്റു സ്ഥലമാണ് നമ്മുടെ മൗണ്ട് ഫുജി എന്ന് പറഞ്ഞാൽ ഫുജി വരെ നമ്മൾ പോവില്ല, നമ്മൾ കവാകുച്ചിക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോയിട്ട് അവിടുന്ന് നമ്മൾ മൗണ്ട് ഫുജി വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോകുന്ന എൻ്റർ ഏരിയ ഒരു നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടിയുള്ള നല്ലൊരു സ്ഥലമാണ്. ഈ കവാകുച്ചിക്കോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൗണ്ട് ഫുജി കാണാം. അപ്പോൾ എവിടത്തേക്കുള്ള പാസ് നമുക്ക് ആ ഷിൻജുക്കു അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഷിൻജുക്കു ഒരു ടോക്കിയോയിലെ മെയിൻ സെൻ്ററാണ്. എവിടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാം, അവിടുന്ന് ഒരു കറക്റ്റ് ഗൈഡൻസ് അവിടെ തരും. ഷിൻജുക്കുവിലുള്ള ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററിൽ അവിടെ നമ്മൾ കവാകുച്ചിക്കോയിലേക്ക് പോകാനുള്ള 1 ഡേ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ പാസ് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, അവിടുന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു തരും. അതുപയോഗിച്ച് നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കവാകുച്ചിക്കോ വരെ പോവാം. അവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് അവിടുത്തെ ലോക്കൽ ബസ് ഉണ്ട്, ഈ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും പോയി അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് എല്ലാ സ്ഥലവും കാണാനുള്ള. അതിനകത്ത് വേറെ ഡിഫറെൻറ്റ് പാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് അവിടെ സ്ഥലത്ത് ചെന്നിട്ട് മൗണ്ട് ഫുജി വീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ 5 ദിവസത്തെ ട്രിപ്പ് ടോക്കിയോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസം 12 ദിവസം 2 ദിവസം നമ്മൾ ക്യോട്ടോയിൽ. അപ്പോൾ ടോക്കിയോ ടു ക്യോട്ടോ നമ്മൾ ഷിങ്കൻസെൻ, അതൊരു അവിടുത്തെ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ്. അതിൽ 2 മണിക്കൂറുണ്ട് നമുക്ക് ടോക്കിയോ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ക്യോട്ടോ എത്താം. അപ്പോൾ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ക്ലൂഗിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം. നേരെ ക്യോട്ടോ വരുന്നു കഴിഞ്ഞാൽ ബസ്സാണ് അവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ. ഈ ക്യോട്ടോയിലുള്ള നമ്മുടെ സൈറ്റുകളിൽ ചെല്ലാറുണ്ട്. അവിടുന്ന് ബസ്സിൽ കയറി നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി ചെല്ലാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ടടുത്ത മെയിൻ വിസിറ്റിംഗ് ചെയ്യുന്ന സ്ഥലം സുഷിമിനാരിയാണ്. അത് ജപ്പാനിലെ മെയിൻ സൈറ്റ് സീയിങ് പ്ലേസിൽ ഒരെണ്ണമാണ് ഷിമിനാരി.
അവിടെ കുറേ സമയം കഴിഞ്ഞ് മൗണ്ടൻ്റെ മുകളിലൊക്കെ പോവാം. ക്യോട്ടോയിലുള്ള മറ്റൊരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസാണ് അരഷ്യാമ. അതൊരു ബാംബു ഫോറസ്റ്റ് ആണ്. നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ നമുക്ക് ബസ് കയറി കഴിഞ്ഞാൽ അരഷ്യാമ കൊണ്ട് ഇറക്കി വിടും. അവിടെ ഇറങ്ങി കുറേ കറങ്ങി അതിൻ്റെ അടുത്തുള്ള ചില സൈറ്റ് സീയിങ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെല്ലാം കണ്ടിട്ട് അന്ന് നമുക്ക് തിരിച്ച് ക്യോട്ടോയിലേക്ക് തിരിച്ചു വരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് നിങ്ങൾ വേറെയും കുറേ സ്ഥലങ്ങൾ നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് സീയിങ് പ്ലേസ് അവിടെ നിന്ന് കാണാൻ തരും. അത് മറ്റു സ്ഥലങ്ങൾ കാണാം. ക്യോട്ടോയിൽ നിന്നിട്ട് ഒസാക്കയിലോട്ട് പോകുമ്പോൾ 1 മണിക്കൂർ യാത്രയാണ് ട്രെയിനുള്ളത്. ആ പോകുന്ന വഴിയിലാണ് നര ഡീപ് പാർക്ക് എന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെ നര ഇറങ്ങിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം വീക്ഷിക്കാം. ഈ നിങ്ങൾ ജപ്പാനിൽ എവിടെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലുള്ള ലഗേജുകൾ ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള ലഗേജ് ലോക്കേഴ്സ് എല്ലാ സ്ഥലം പബ്ലിക് പ്ലേസിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവൈലബിൾ ആണ്. ആ ലഗേജുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലോക്കറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നര ഡിയർ പാർക്ക് എല്ലാം കണ്ട് വന്നതിന് ശേഷം വീണ്ടും അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ലഗേജ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒസാക്കയിലെ നിങ്ങളുടെ നേരത്തെ ബുക്ക് ചെയ്ത് സൈറ്റിലേക്ക് ചെല്ലാം. ഒസാക്കയിലത്തെ ഒസാക്ക അമേസിങ് പാസ് 2 ഡേയ്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ, അതും ക്ലൂഗിലൂടെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള മെട്രോ ട്രെയിനുകൾ, സബ്വേ ട്രെയിൻസും ബസ്സസും 40+ സൈറ്റ് സീയിങ്, അതായത് ടിക്കറ്റ്സ് വെച്ച് കയറി കാണേണ്ട സൈറ്റ് സീയിങ് പ്ലേസും ഫ്രീ ആണ്. അപ്പോൾ അത് എടുത്ത് 2 ദിവസം അതെടുത്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ഈ എൻജോയ് ചെയ്ത് ഒസാക്ക മൊത്തം കാണാം. അതിൽ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യം വരെയില്ല ഇത് ഈ അമേസിങ് പാസിലെ ആൾക്കാർക്ക്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഗവൺമെൻറ് ഹോളിഡേയ്സിൽ ഇവിടെയൊക്കെ ടിക്കറ്റ്സ് ചാർജ് പിന്നെ വളരെ കുറവാണെന്നതിനും അതിന് നെക്സ്റ്റ് ഡേ അവർ ഓഫ് ഡേ ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ ഗൂഗിളിൽ നോക്കണം ആ ദിവസം. ചില നമ്മൾ പോകുന്ന ഒസാക്കയിലെ സ്ഥലങ്ങളിൽ ഹോളിഡേ ആണോ നേരത്തെ നോക്കുന്നതെന്നായിരിക്കും. ഈ ഒസാക്കയിൽ നമ്മൾ അവിടുത്തെ സബ്വേ അൺലിമിറ്റഡ് പാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ 24 hour അല്ല, ഡേ പാസ് മാത്രമേ ഉള്ളൂ. അത് രാവിലെ പിന്നെ നമ്മൾ യൂട്ടിലൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി എൻഡ് വരെയുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 24 hourലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ജപ്പാനിലൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു. അവിടെ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അവിടെ 100 yen ഷോപ്സ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് നമ്മുടെ ജിദ്ദയിലും പല സ്ഥലങ്ങളിലുള്ള 5 റിയാൽ കട പോലെ 100 yen, അത് നമുക്കിവിടെ നാട്ടിലെ ഒരു 60 രൂപ 65 രൂപക്ക് എന്ത് ചെയ്യും കിട്ടുന്ന സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നല്ല ജപ്പാൻ മെയ്ഡ് സാധനങ്ങൾ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരാൾക്ക് 1,20,000 രൂപ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അവിടുത്തെ എല്ലാ ടൈപ്പ് ഫുഡും നമ്മൾ എൻജോയ് ചെയ്യും. ഈവൻ നമ്മുടെ ട്രാൻസിറ്റ് സമയത്തുള്ള ഈ എയർപോർട്ട് ലേ ഓവർ ടൈമിലുള്ള എയർപോർട്ടിൽ നിന്നുള്ള ഫുഡ് വരെ കഴിക്കുകയും ചെയ്ത് എല്ലാം അടിച്ച് പൊളിച്ചതിന് ഷെയർഡോടുകൂടി കൂടിയിട്ടുള്ള ഈ ഒരു എമൗണ്ടാണ് 1,20,000 രൂപ. അത് തന്നെ 11 പകലും 12 രാത്രിയും കിടന്നതിന് ശേഷം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ